A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യം ഫുൾ A+ ആണോ എങ്കിൽ ഞങ്ങളുണ്ട് കൂടെ. റോക്ക്വാൽ മൗണ്ടൻ റിട്രീറ്റ്, കക്കാടംപൊയിൽ, നായാടംപൊയിൽ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏഡൻ ഗാർഡൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പൊതു സ്വതന്ത്രരെ മത്സരിപ്പിക്കാൻ CPM ഒരുങ്ങുന്നു. മുന്നണി വോട്ടുകൾക്ക് പുറമെ നിഷ്പക്ഷ വോട്ടുകൾ കൂടി ലക്ഷ്യമിട്ടാണ് നീക്കം. നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, പ്രൊഫസർ എം തോമസ് മാത്യു, യു ഷറഫ് അലി എന്നിവരെയാണ് പരിഗണിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടറി VP അനിൽ ഇവരുമായി പ്രാഥമിക ചർച്ച നടത്തിയെന്നാണ് വിവരം. പാർട്ടി തീരുമാനിച്ചാൽ സ്ഥാനാർത്ഥി ആകാമെന്ന് ഇവർ ഉറപ്പു നൽകിയതായും സൂചനയുണ്ട്. PV അൻവർ LDF ഇട്ട സാഹചര്യത്തിൽ മണ്ഡലം നിലനിർത്താൻ പാർട്ടി ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനേക്കാൾ പൊതു സ്വതന്ത്രനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തുന്നതാണ് കൂടുതൽ ഗുണം ചെയ്യുക എന്നതാണ് CPM കരുതുന്നത്. ഇവരിൽ ആരു സ്ഥാനാർത്ഥിയായാലും അത് ജനങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുമെന്നതും നേട്ടമായി CPM കരുതുന്നു. CPMന് ജില്ലയിൽ ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ് നിലമ്പൂർ. അതിനാൽ തന്നെ മുന്നണി വോട്ടുകൾക്ക് ഒപ്പം സ്വന്തമായി നിഷ്പക്ഷ വോട്ടുകൾ കൂടി നേടാൻ കഴിവുള്ള സ്ഥാനാർത്ഥി മത്സരിച്ചാൽ വിജയം ഉറപ്പെന്നും CPM കരുതുന്നു. 1982 TK ഹംസ സ്വതന്ത്രനായി മത്സരിച്ചപ്പോൾ സാക്ഷാൽ ആര്യാടൻ മുഹമ്മദാണ് പരാജയപ്പെട്ടത്. 1996 2011 M തോമസ് മാത്യു സ്ഥാനാർത്ഥിയായപ്പോൾ 6000-ന് താഴെ ഭൂരിപക്ഷം മാത്രമാണ് ആര്യാടൻ മുഹമ്മദിന് ലഭിച്ചത്. 2016 2021 PV അൻവറും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി എത്തിയാണ് LDF പിന്തുണയോടെ വിജയിച്ചത്. അതിനാൽ തന്നെ ഡോക്ടർ ഷിനാസ് ബാബു, ഇന്ത്യൻ ഫുട്ബോൾ താരം യു ഷറഫ് അലി, M തോമസ് മാത്യു എന്നിവരിൽ ആര് സ്ഥാനാർത്ഥിയായാലും വിജയസാധ്യത ഉണ്ടെന്ന് CPM വിലയിരുത്തുന്നു. PV അൻവർ മറുകണ്ഠം ചാടിയതുകൊണ്ട് ഇനി സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കേണ്ടെന്ന നിലപാട് പാർട്ടിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം CPM ജില്ലാ സെക്രട്ടറി VP അനിൽ നടത്തിയ പ്രസ്താവനയും ചേർത്ത് വായിക്കേണ്ടതാണ്. A+ വിഷൻ, നിലമ്പൂർ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര.